എനിക്ക് തോന്നുന്നു ഏറെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും കൂടിക്കാഴ്ച നടത്തി. 40 വർഷത്തിന് ശേഷം ന്യൂസിലാൻഡിൽ ഭാരത പ്രധാനമന്ത്രി എത്തുന്നത് അഭിമാനത്തോടെ കാണുന്നുവെന്നാണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്രിസ്റ്റഫർ ലെക്സൺ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ക്രിസ്റ്റഫർ ലെക്സണിന്റെയും സാന്നിധ്യത്തിൽ വിവിധ നയതന്ത്ര കരാറുകൾ ഒപ്പുവെച്ചു. ആദ്യം നമുക്ക് ക്രിസ്റ്റഫർ ലെക്സന്റെ വാക്കുകൾ കേൾക്കാം. I think we've made tremendous progress in a very short period of time on the trade agenda. But today's focus is about more than just the FTA. It's about where we go to next in this relationship and how we broaden that out. And I know we have very proud to announce that we will be forming a strategic partnership which will give the relationship more framework and breadth for us to continue to expand as we go forward from here. തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നമുക്കറിയാം ഏറെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാരത പ്രധാനമന്ത്രി എത്തിയ ആ കരാറുകളിൽ ഒപ്പുവെച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് ഭാരതത്തെ സംബന്ധിച്ച് ഉള്ളത്. എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? ശില്പ, വിനോദ്, ഏറ്റവും നിർണായകമായൊരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിലെത്തിയതോടുകൂടി യാഥാർത്ഥ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ തുടർ ചർച്ചകളിലൂടെ യാഥാർത്ഥ്യമാകാനിരിക്കുന്നത് എന്നതാണ്. നമുക്ക് അറിയാവുന്നതാണ്, 40 വർഷത്തിന് ശേഷം, ശില്പ സൂചിപ്പിച്ചതുപോലെ 40 വർഷത്തിന് ശേഷമാണ് ഒരു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിലെത്തുന്നത്. ന്യൂസിലാൻഡിലെത്തുന്നതിന് മുമ്പ് മറ്റൊരു നിർണായകമായ ഇടപെടൽ, നയതന്ത്രപരമായ അല്ലെങ്കിൽ ഒരു വാണിജ്യ ധാരണയുടെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നത്. ഏപ്രിൽ 27-നാണ് ഭാരതവും ന്യൂസിലാൻഡും ചേർന്ന് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്. ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ തുടർച്ചകളാണ് പ്രധാനമായും ചർച്ചകളിൽ ഊന്നുക എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ക്രിസ്റ്റഫർ ലെക്സൺ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ 2 ദിവസം മുമ്പ് ഒരു സുപ്രധാനമായ സമൂഹമാധ്യമക്കുറിപ്പ് ക്രിസ്റ്റഫർ ലെക്സൺ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ആ സമൂഹമാധ്യമക്കുറിപ്പിൽ കൃത്യമായി പറയുന്നത്, ഈ കരാർ ധാരണയിലെത്തുന്നതോടുകൂടി അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി, സ്വതന്ത്ര വ്യാപാര കരാർ ധാരണയിലെത്തുന്നതോടുകൂടി, അത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി 57% ന്യൂസിലാൻഡ് ഉൽപ്പന്നങ്ങളും നികുതി രഹിതമായി ഭാരതത്തിലേക്ക് കയറ്റി അയക്കും എന്ന കൃത്യമായൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. ഭാരതത്തിൻ്റെ ന്യൂസിലാൻഡിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലെത്തുമ്പോൾ ഭാരതത്തിലുണ്ടാക്കുന്ന ഒരു മത്സരക്ഷമതയും കൃത്യമായ ഒരു വില നിയന്ത്രണമെല്ലാം തന്നെ സാധ്യമാകുന്ന രീതിയിൽ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ എത്താനുള്ളൊരു സാധ്യത ഭാരതത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിന് വൻതോതിൽ കയറ്റുമതി നടത്താനുള്ളൊരു സാധ്യതയും തുറന്നു കിട്ടുകയാണ്. ഈ 57% ചരക്ക് അല്ലെങ്കിൽ സേവനങ്ങളെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ ഭാരതവും ന്യൂസിലാൻഡും ഉൾപ്പെടുന്ന ഒരു ഇടപെടലാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ച ഏറ്റവും നിർണായകമായ ഒരു ചർച്ച അല്ലെങ്കിൽ നിർണായകമായ ഒരു തീരുമാനമാണ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചുണ്ടാവുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ ഏറ്റവും ശുഭകരമായ ഒരു കാര്യമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റു നിരവധിയായ വിഷയങ്ങളുണ്ട്. സുരക്ഷാ രംഗത്തും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലെല്ലാം തന്നെ, അതായത് ഭീകരവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിലൊക്കെ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ന്യൂസിലാൻഡ്. നിരവധി തവണ ഭീകരാക്രമണങ്ങൾ ആ രാജ്യത്ത് പലതവണ ഉണ്ടായത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നയതന്ത്ര പോളിസിയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത്തരത്തിലുള്ള പോളിസിയുടെ ഭാഗമായുള്ള ധാരണകൾ ഉണ്ടാകുമെന്നും വിവിധ ചർച്ചകളുണ്ടാകുമെന്നുമുള്ള തീരുമാനങ്ങളുണ്ടാകുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇരു രാഷ്ട്രങ്ങളും നിരവധി വിവിധ ധാരണകൾ ഇപ്പോൾ തന്നെ ഒപ്പുവെച്ച് കഴിഞ്ഞു. ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൻ്റെയും സാന്നിധ്യത്തിലാണ് പരസ്പരം ധാരണകൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായ നയതന്ത്ര ബന്ധത്തിൽ കൃത്യമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും കഴിഞ്ഞതിന് ശേഷമാണ് ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും കഴിഞ്ഞതിന് ശേഷമാണ് ന്യൂസിലാൻഡിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. ന്യൂസിലാൻഡിലെ ഈ ചർച്ചകളും നീക്കങ്ങളുമെല്ലാം തന്നെ ഏറ്റവും നിർണായകമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസിലാൻഡ് എത്ര കണ്ട് പ്രാധാന്യത്തോടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ സൂചനയും ഇന്നലെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ക്രിസ്റ്റഫർ ലെക്സൺ, അതായത് ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിലെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നൽകുന്ന സൂചന ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ശില്പ, അതെ, ഭാരത ന്യൂസിലൻഡ് ബന്ധം കൂടുതൽ ദൃഢമാകാൻ ഈ സന്ദർശനം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 40 വർഷത്തിന് ശേഷമാണ് ഭാരത പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, നേരത്തെ ഐസൻ ജോസ് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും.